വാഴപ്പഴം വെച്ച് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് പഴം വരട്ടി. നിങ്ങൾക്ക് ചക്കയുടെ വരട്ടി കൂട്ടിയിട്ടില്ലേ, കഴിച്ചിട്ടില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഒരു വിഭവമാണ് പഴം വരട്ടി. എല്ലാം നാച്ചുറലി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഏത്തപ്പഴം, ഇത് പാളയംകുടൻ. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ഒരു പഴം വരട്ടി ഉണ്ടാക്കാം അല്ലേ? പക്ഷെ പാളയംകുടൻ പഴം വെച്ചല്ല. ഏത്തപ്പഴം അല്ല, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പൂവമ്പഴം വെച്ചാണ് വരട്ടി ഉണ്ടാക്കുന്നത്. ഇരിക്കുകയാണല്ലേ? അതെ, ഈ ഇരിക്കുന്ന പൂവമ്പഴം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? വരട്ടി ഉണ്ടാക്കാൻ പോണ്. ഇത് പഴം ഞാൻ അരച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് 10 കിലോ ഉണ്ട്. 10 കിലോ നമ്മൾ അരച്ചു വെച്ചിരിക്കുക. അതെ. ഇത് 5 കിലോയുടെ 5 തേങ്ങാപ്പാല്. അതെ. ഇനി ശർക്കരപ്പാനി. നമ്മളെ ശർക്കരപ്പാനി ഇതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് ശർക്കരപ്പാനി. അതെ അതെ. എന്തോ ഒളിച്ചിട്ടുള്ള എന്താണ്? ഇത് ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും. പിന്നെ നെയ്യും. ഇത്രയും സാധനമാണ്. അത്രേ ഉള്ളൂ. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മളിത് ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണ്? പഴം വരട്ടി. അപ്പൊ നമ്മളിത് നെയ്യാണ് നമ്മൾ ഒഴിക്കുന്നത്. നമുക്ക് വേണ്ട നെയ്യ് ഇത്ര നെയ്യ് മതി അല്ലേ? അപ്പൊ നമ്മള് നെയ്യ് ഒഴിച്ചു. ഈ നെയ്ക്കകത്തോട്ട് നമ്മൾ എന്താ ഇടുന്നത്? പഴം അരച്ചു വെച്ചിരിക്കുന്ന പഴമാണ് ആദ്യം. അപ്പൊ നെയ്യ് ചൂടായ അങ്ങനെ നമ്മളെ പൂവമ്പഴവും അരച്ചിട്ടു. ഇനി കൂട്ടത്തിൽ തന്നെ തേങ്ങാപ്പാല ഒഴിക്കുന്നത്. തേങ്ങാപ്പാലാണ്. നോക്കിയേ, 5 തേങ്ങയുടെ പാലാണ് ഒഴിക്കുന്നത്. ഒഴിക്കും. വേണ്ട, നല്ല കുറുകി ഇരിക്കണം. തേങ്ങാപ്പാലാണ് തിളക്കാൻ തുടങ്ങിയല്ലേ അങ്ങോട്ട്? അതിൽ കിടന്ന് വേണം അതൊന്ന് ഉഷാറാവാൻ. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം നമ്മുടെ പൂവമ്പഴത്തിന്റെ അരച്ച് കിടന്ന് റെഡിയാകല്ലേ? അതെ അതെ. അപ്പൊ നമ്മുടെ ഏകദേശം നമ്മൾ ശർക്കര ഒഴിക്കുന്ന സമയല്ലേ? അതെ അതെ. അതായത് ഇത് തിളച്ചു പൊങ്ങുന്നത് കാണുമ്പോഴാണ് ശർക്കര ഒഴിക്കണം അല്ലേ? അതെ. ഓക്കെ. അതെ, നമ്മുടെ ശർക്കര പാനി അങ്ങ് കയറി കേട്ടാ. യെസ്, ശർക്കര പാനി അങ്ങ് കയറി. ഇതിങ്ങനെ ഇനി ഇത് കടന്ന് കുറച്ച് സമയം എടുക്കും അല്ലേ? അതെ അതെ അതെ. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കണ്ടോ, കളർ ചേഞ്ച് ചെയ്ത് വരുന്നു. ഇത്തിരി നെയ്യൂടെ ആഡ് ചെയ്യാൻ പോവാണേ. നമ്മള് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണ്ട. കേറും. ഇത് 1 കിലോ നെയ്യാണ്. അത്രേ ഉള്ളൂ. പക്ഷെ എങ്കിൽ അത് ഘട്ടം ഘട്ടമായിട്ടേ ഒഴിക്കാം, ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. ലാസ്റ്റ് വരെ നമ്മള് നെയ്യ് ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 4 മണിക്കൂർ വരെയും ഇത് ഒഴിച്ചോണ്ട് 6 മണിക്കൂർ എടുത്തോണ്ട് കേട്ടോ. അപ്പൊ അതെ അതെ. സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു പോയ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തില് നെയ്യ് ചേർക്കും. ഇങ്ങനെ 6 മണിക്കൂറോളം ഇങ്ങനെ കണ്ടിന്യൂസ് വരട്ടി വേണം ഇതിനെ ഉഷാറാക്കാൻ. അപ്പൊ ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോഴാണ് കറക്റ്റ് ആ ഒരു കളർ നിറം വരുന്നത്. അതെ അതെ. ഇനിയിപ്പം എണ്ണ ഇത് നെയ്യ് ഒഴിക്കാൻ സമയമായി. കുറച്ച് ഒഴിച്ചു കൊടുക്കണം. നമ്മള് 3ാമത്തെ പ്രാവശ്യമാണ് നെയ്യ് ഒഴിക്കുന്നത്. പിന്നെ പല പല സെക്ഷനുകളായിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത്. നല്ല റിസ്ക് എടുത്ത് വേണം ഇത് ചെയ്യാൻ. അതിനെയല്ല നമ്മളിങ്ങനെ ഇളക്കിയിരിക്കണം, അടിപിടിക്കാൻ പാടില്ല. പറ്റില്ല. ഒഴിക്കട്ടെ. ഇനി നടുക്കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിടാം. ഓക്കെ. അതെ അതെ അതെ. അല്ല. അങ്ങനെ നമ്മള് 4ാമത്തെ പ്രാവശ്യം നെയ്യ് ഒഴിച്ചു. ഏകദേശം അത് ഉരുകി തുടങ്ങി. ഏകദേശം 3 മണിക്കൂറാണ് ഇത് ടൈം അല്ലേ? അതെ അതെ. ഇനി ഈ സാധനത്തിനകത്ത് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുള്ള സമയമായി. ലാസ്റ്റ് 2 സാധനം. ഒന്ന് നമ്മുടെ ഇത് ഏലക്കായും പിന്നെ ഒന്ന് ചുക്കുപൊടി. ഇത് രണ്ടുമാണ് നമ്മൾ ആഡ് ചെയ്തത്. ഇതിൽ ആദ്യം ആഡ് ചെയ്യുന്നത് ഏതാണ്? ഏലക്ക ആഡ് ചെയ്യും. ഏലക്കാപ്പൊടി, ഏലക്ക പൊടിച്ചത്, നാരുൾപ്പെടെയാണ് അങ്ങോട്ട് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാവരും മനക്കണക്കിലാ പോണ കാര്യങ്ങൾ അല്ലേ? അതെ അതെ. ഒരു 4 അത് നമുക്കൊരു പാങ്ങാകും. അതെ അതെ അതെ. ഇപ്പൊ തന്നെ ആഡ് ചെയ്യും. ഓക്കെ. ചുക്ക്. അപ്പൊ നമ്മുടെ മുഴുവൻ ഇൻഗ്രീഡിയൻസും ഇതിന്റെ അകത്ത് വേണ്ട മുഴുവൻ സാധനവും കയറി കഴിഞ്ഞ് ഇനി ഒരു 1.5 മണിക്കൂർ സമയം കൂടി ഇത് ഇവിടെ കിടന്ന് ചെയ്ത് കഴിഞ്ഞാല് ഏകദേശം നമ്മുടെ വരട്ടി ആകും.
അത് നമുക്ക് കാണിക്കാൻ നിങ്ങളെ പറ്റില്ല, കാരണം 1.5 മണിക്കൂർ സമയം കൊണ്ട് ലൈറ്റ് പോയി. ഏകദേശം സമയം എന്ന് വെച്ചാൽ 5:45 ഏകദേശം ടൈം കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇത് ഇന്നലെ ഈ സാധനം പ്രോസസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ആര് നമ്മുടെ പേരിടയ്ക്ക് വിട്ടു അഫ്ര ഏകദേശം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ഡേ ഇരിക്കുന്നത്. ഇതാണ് ഏകദേശം നമ്മുടെ പഴം വരട്ടി. ഈ നിറത്തേക്കായി മാറണം. അതിന് ഏകദേശം ഇത് ഉണ്ടാക്കി വെച്ചാൽ പിന്നെയും ഒരു ദിവസം ഇരുന്നാലേ ഉള്ളൂ ഇത് കറക്റ്റ് ഫിറ്റ് ആവുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഇതിന്റെ പ്രോസസ് കണ്ടപ്പോൾ ഇതിന്റെ ആഗ്രഹം ഉണ്ടാവും കഴിക്കാൻ വേണ്ടി. നമ്മുടെ കേരളക്കാരുടെ ശരിക്കും ഒരു ജാമാ ഇത്. പിന്നല്ലേ നമ്മുടെ വരട്ടി എന്ന് പറയുന്ന കേരളക്കാരുടെ ജാമാ. കേരളക്കാരുടെ ജാമായ പഴം വരട്ടി ആ സാധനമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അട ഉണ്ടാക്കുമല്ലോ നമ്മളെ വീടുകളിലൊക്കെ, ഇല്ലയോ? അപ്പൊ അതിനകത്തും ഇത് തേങ്ങയുടെ കൂട്ടത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് കറക്റ്റ് നമ്മുടെ ഈ പറയുന്ന പഴം വരട്ടി ഈ നിറത്തിലേക്ക് കൺവെർട്ടായി വരുന്ന സമയമുണ്ട്. അതിന് ഇനി 1.5 മണിക്കൂർ വേണം. പഴം വരട്ടിക്ക് ഇങ്ങനെയൊക്കെ ആയി മാറും എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ. മോനെ ഒരു രക്ഷ വായേ അലിച്ചു പോയില്ല. ഇതുണ്ടോ തനി നമ്മളൊരു പറയാൻ പറ്റില്ല കേട്ടോ. ഇതിനകത്ത് തേൻ ചേർത്തിട്ടില്ല, പക്ഷെ തേൻ രുചിയാണ്. എല്ലാം നാച്ചുറലി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് ആണ്. നമ്മൾ തന്നെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കുകയാണ്. നിങ്ങൾ കഴിച്ചിട്ട് കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ചു ഉപയോഗിച്ചു. ആ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താഴത്തെ നമ്മളാണ് അപ്രാന്തര് കോണ്ടാക്ട് ചെയ്യുക. വീണ്ടും മറ്റു വീഡിയോ. താങ്ക് യു.